അള്ളാഹു വലിയായ റബ്ബി ഇൻ്റെ വലിയാണ് എന്നിടത്തേക്ക് മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ കമ്പിയാണ് കുത്തിയപ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖ് ആരായി? വലി. പറയാ കുട്ടി ആരായി? വലിയായി. അക്കണക്ക് ഇഷും കുത്തിയ ഇഷും വലിയായി. അതിന് ആദ്യം നിനക്ക് ആര് വലിയാകണം? അള്ളാഹ്. പിന്നെന്താ പ്രശ്നം? ഇനി അതിൽ ആ കാര്യം ആരും കുത്തിയൊക്കെ വലിയാണ്. അള്ളാഹ്ക്ക് നടക്കുക. അള്ളാഹ്ക്ക് ഈ ഭൂമിയിൽ മനസ്സിലായില്ല നടത്തേണ്ട കാര്യമൊക്കെ ആരെ കൊണ്ട് നടത്തും? ഈ വലിയ പറയേ ഈ വലിയനെ കൊണ്ട് നടത്തും. എന്തേ? ആ വലിയ ഉറപ്പുണ്ട്. ആര്? അള്ളാഹുവാണ് വലിയ. അവസാനിപ്പിക്കണം. പിന്നെ ഒന്നുമില്ല. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുൽമാതി ഇലന്നൂർ. അല്ലാഹു വലിയാകണം. അപ്പോൾ അല്ലാഹേ വലിയുള്ളൂ. അല്ലാഹ് നമ്മളെ രക്ഷപ്പെടുത്തും. പേടിക്കണ്ട. എന്ത് നടക്കും? 2024 ജൂണിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞാൽ പിന്നെ എന്താ നടക്കുക? നടക്കപ്പറ്റാൻ തീരുമാനിക്കുക. എന്താ നടക്കുക? അള്ളാഹു തഖ്ദീറാക്കിയത് നടക്കും. നിങ്ങൾക്ക് സമ്മതമില്ലേ? അതിനപ്പുറം വല്ല നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ലുണ്ടോ? എനിക്ക് പറയും. അള്ളാഹ് തഖ്ദീറാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് നടക്കണം. അതുണ്ടോ? എന്നാൽ പിന്നെ ലൂറിസ്കരിക്കാൻ മനക്കണ്ട. കാഫറോ? പിന്നെ ലൂറിസ്കാർ ലാഭം കിട്ടും. റഹ്മത്തുകൊണ്ടേ സ്വർഗത്തിൽ കിടക്കാൻ കഴിയും. അപ്പൊ നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്താ? വീടല്ല, അഫ്വാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യ? അള്ളാഹിനോട് എന്ത് ചോദിക്കും? അള്ളാഹുവിനോട് അഫ്വ ചോദിച്ചാളി. മാപ്പാക്കണം. നമ്മൾ ഇഷ്ടപ്പെട്ട ഭാര്യയോട് ഒരാൾ പറഞ്ഞു എനിക്ക് മാപ്പാക്കണം, എന്തൊക്കെയോ എൻ്റെ ഇത് പറ്റിപ്പോയിട്ടുണ്ട്, അവളെ കാലുപിടിച്ചു. എന്താ? അവൻ്റെ ഇഷ്ടമാണ് അവള്. ഭാര്യയുടെ കാലുപിടിക്കല് തെറ്റല്ല, ഒന്നും തെറ്റല്ല. എന്നുള്ള ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളോട് മാപ്പ് പറഞ്ഞ് കാലുപിടിച്ചു. എങ്കിൽ റബ്ബിനോട് എത്ര മാപ്പ് പറയണം? അപ്പോൾ എനിക്ക് മാപ്പാക്കണം. ഞാൻ എതിരേ ചെയ്തിട്ടുള്ളൂ. മനസ്സിലായില്ലേ? പറഞ്ഞ് ചിന്തിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. മാപ്പാക്കണം. അല്ലാഹു മാപ്പാക്കണം. അല്ലാഹു മാപ്പാക്കി തരട്ടെ. അല്ലാഹു മാപ്പാക്കും. അല്ലാഹു വലിയ മാപ്പ് കൊടുക്കുന്നവനാണ്. അല്ലാഹു വലിയ തുഹിബ്ബുൽ അഫ്വ. നിനക്ക് ശിക്ഷിക്കാനല്ല ഇഷ്ടം, മാപ്പ് കൊടുക്കാനാണ്. അപ്പോൾ അത് നമ്മൾ ചോദിച്ചു വാങ്ങണം. ഇപ്പോൾ എല്ലാവരും നാളെ മറ്റന്നാൾ മഗ്‌രിബ് വരെ, അതിൻ്റെ ചിലപ്പം ബുധനാഴ്ച ഉണ്ടെങ്കിൽ അല്ലാഹു അതും തരട്ടെ. അത് മറ്റന്നാൾ മഗ്‌രിബ് വരെ ഉറപ്പിച്ചാൽ മതി. പിന്നെ നമുക്ക് ചെല്ലാൻ പെരുന്നാളായി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സമയമാണിത്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ. അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദിക്റല്ല നബി പറഞ്ഞേ. ദിക്ർ നബി പഠിപ്പിച്ചിട്ടുണ്ട്, ശരി. പക്ഷെ ആശയാണ് പ്രധാനം. തിരിഞ്ഞില്ല. നിങ്ങൾ അല്ലാഹുമ്മ ഇന്നക അഫൂൻ എന്ന് ചൊല്ലിക്കോളൂ എന്നല്ല, സലുല്ലാഹൽ അഫ്വ. നിങ്ങൾ അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചാൽ. അപ്പോൾ ഈ ആശയത്തിനാണ് പ്രധാനം. നമ്മളൊരു ബോധമില്ലാതെ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറഞ്ഞാൽ അത് ദിക്റേ ഉള്ളൂ. അഫ്വ സുആലുൽ അഫ്വ ആവൂല. തിരിഞ്ഞിട്ടില്ല. സുആലുൽ അഫ്വ ആശയത്തിലാണ്, ദിക്ർ പദത്തിലാണ്. തിരിഞ്ഞിട്ടില്ല. റഷീദേ, ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു എന്ത് ചെയ്ത് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 10,000 രൂപ കടം കൊണ്ടാ എന്ന് ചോദിക്കാൻ ഒരു പദം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വന്നിട്ട് എന്നോട് 10 വട്ടം ചോദിച്ച്, എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ 10,000 രൂപ എനിക്ക് കടം കൊണ്ട, എൻ്റെ അടുത്ത് വല്ലുണ്ടെങ്കിൽ 10,000 രൂപ കടം കൊണ്ട, എൻ്റെ അടുത്ത് 10,000 രൂപ എനിക്ക് കടം തരണം, എനിക്ക് വല്ലുണ്ടെങ്കിൽ 10,000 രൂപ എനിക്ക് കടം തരണം, എൻ്റെ 10,000 രൂപ കടം തരണം, അതിന് 10,000 രൂപ കടം തരണം, 10,000 രൂപ കടം തരണം, എൻ്റെ പൈസയിൽ നിന്ന് 10,000 രൂപ എനിക്ക് കടം തരണം, 10,000 രൂപ അൽഹംദുലില്ലാ. 10 വൃത്തിയായി. 10 വട്ടം ചോദിച്ചു. ഞാനോടൊന്നും ചോദിച്ചില്ല. എൻ്റെ അടുത്ത് നിന്നാണ്ട് വന്നപ്പോൾ ഞാൻ കണ്ണിൽ വെള്ളം മുട്ടി. അപ്പോൾ ചെണ്ണീറ്റ് എൻ്റെ എന്താ പ്രശ്നമില്ല. അപ്പോൾ ആരോ ബേക്കെന്ന് പറഞ്ഞു, മൂപ്പർക്ക് എന്നൊരു 10,000 അത്യാവശ്യം എൻ്റെ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല, അതിനിപ്പോൾ ഇങ്ങനെ ഇടങ്ങാറാണോ? അപ്പോൾ തന്നെ ഉയർത്തി കൊടുത്തു. ഇവിടെ 2 കാര്യമുണ്ട്. ഒന്ന് അലക്കി തേച്ച പദ, ഒന്ന് ആശയ. അല്ലാഹ് നിങ്ങളെൻ്റെ കൂടെ ഇല്ല. ആ പദത്തിന് വില ഇല്ല എന്നല്ല, ഇന്ന് നമ്മൾ ഓഫില. അഫ്വാണ് ചോദിക്കുന്നത് എന്ന ബോധം പോലും ഇല്ലാതെ ചോദിക്കും. പദം അതെന്നായിക്കോട്ടെ. ഏത്? അല്ലാഹുമ്മ പറയേ. അതിൻ്റെ ഉള്ളിൽ റൂഹ് കയറ്റണം. എന്താ റൂഹ്? എന്താ ഇതിൻ്റെ റൂഹ? എന്താ? അന മുദ്നിബുൻ അന ആസിൻ.
ലസ്തിഹ്ഖാഖ ലി അൻ അഖൂമ ഇൻദക ഇലൈക. എൻ്റെ അടുത്ത് എണീറ്റ് നിൽക്കാനുള്ള അർഹത പോലും എനിക്ക് ഇല്ല. ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം. എൻ്റെ ഉള്ളിലേക്ക് പറേ എൻ്റെ ഉള്ളിലേക്ക് കയറ്റണം. മറ്റേതെന്ന് പറഞ്ഞാൽ കേബിളിൻ്റെ പ്ലാസ്റ്റിക്കാണ്. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ചെമ്പ് കമ്പി കയറ്റണം. എന്നിട്ട് കണക്ഷൻ കൊടുത്താലേ കയറാൻ കിട്ടുള്ളൂ. ഇല്ല, നിങ്ങളെൻ്റെ കൂടെ ഇല്ല. പ്ലാസ്റ്റിക് നമ്മളെ പെരി കൊണ്ട് വെച്ചു, അതിൻ്റെ ഉള്ളിൽ നിന്ന് കമ്പി മറ്റൊരു ഒരു വിറ്റു. KSEBിൻ്റെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വരുമല്ലോ, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ചെമ്പ് ചെമ്പ് കമ്പി ലൈൻമാനെ കൊണ്ട് വിറ്റ്. എന്നിട്ട് എന്ത് ചെയ്ത് അതെ ട്രാൻസ്ഫോമറിന് എൻ്റെ പരിക്ക് പ്ലാസ്റ്റിക്. അപ്പം നോക്കി, ഓ എല്ലാം ക്ലിയറാ. നീ കറണ്ടിന് കണക്ഷൻ കൊടുത്താൽ മതി. കൊടുത്താൽ കിട്ടുമോ? കിട്ടുമോ? അതിൻ്റെ ഉള്ളിൽ എന്തില്ല? ചെമ്പില്ല. എല്ലാമേ എന്നെ കഫവും തോപ്പില്ല. അത് എത്ര വട്ടം പുസ്തകം ഉസ്താദെ? അത് 313 വട്ടം ചെല്ലിക്കണം. അപ്പം 313 എന്നെ കഫവും തോപ്പില്ല. മാന്ത ഫോൺ കൂടി മാന്ത ഫോൺ മാന്ത എന്നെ കഫവും തോപ്പില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? റസൂലുള്ള പറഞ്ഞത് ഇത് പറഞ്ഞ് സായോജ്യപ്പെടാനല്ല. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്താളി, നിങ്ങൾ എന്ത് ചെയ്താളി? മാപ്പ് ചോദിച്ചാളി. മാപ്പ് ചോദിക്കണമെന്ന് ഒന്നുമില്ല. ഇപ്പം പ്രസിഡന്റിനോട് ദയാഹർജി പിന്നെ സമർപ്പിക്കുന്ന ആൾക്ക് വക്കീലുണ്ടാവും. മനസ്സിലായില്ല? ചോദ്യം ചെയ്യുന്ന സമയത്ത് വക്കീലുണ്ടാവും. തൂക്കം വിധിക്കുന്നത് വരെ വക്കീലുണ്ടാവും. തൂക്കം വിധിച്ചു കഴിഞ്ഞാൽ വക്കീൽ പിന്നെ എവിടെ പോയി എന്ന് കാണൂല. പിന്നെ അവൻ മാപ്പ് കൊടുക്കും, മാപ്പപേക്ഷ കൊടുക്കും. അതിൽ വക്കീലും ജഡ്ജി ഒന്നുമില്ല. ആരോട് പറയും മാപ്പ് തരണം? ഒന്നും പറയില്ല. മാപ്പ് തരണം. മാപ്പ് തരാനൊരു അർഹതപ്പെട്ട ഒരു കാര്യം കൂടി എൻ്റെ അടുത്ത് വെക്കാനില്ല. പ്രസിഡന്റ് എന്ത് പറയും? പ്രസിഡന്റ് എന്താ പറയാ? മാപ്പ് തരണം. നിങ്ങളെ സ്ഥാനം എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനമാണ്. നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. എൻ്റെ സ്ഥാനം വലിയ സ്ഥാനം അതല്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിൽ ഇത് ചാൾസ് ഷോബരാജിനും പറയാം. ഏറ്റവും വലിയ കേടിയായ ചാൾസ് ഷോബരാജ് പ്രസിഡന്റിനോട് മാപ്പ് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കാം? നിങ്ങളാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ആള്, നിങ്ങൾക്കാണ് അർഹത ഉള്ളത്, നിങ്ങൾ മാപ്പ് തരണം. ഇതെന്നല്ലേ അതും അല്ലാഹുമ്മ കാഫൂൻ. ഞാൻ തറാവീഹ് നിസ്കരിച്ചോണ്ട് മാപ്പ് തരണം എന്നല്ല. അല്ലാഹുമ്മ കാഫൂൻ. നീ ഞാൻ ഒന്നിനും അർഹതല്ല. നീ തരാൻ അർഹനാണ്, ഞാൻ വാങ്ങാൻ അർഹനല്ല. അല്ലാഹുമ്മ കാഫൂൻ. നീ മാപ്പ് കൊടുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ. മാപ്പ് കൊടുക്കുന്നത് നിനക്ക് വലിയ ഇഷ്ടമാണ്. ഫഅഫു അന്നി. അതുകൊണ്ട് മാപ്പ് തരണം. സ്വന്തം കാര്യം അത് അത്രേ ഉള്ളൂ. മറ്റൊക്കെ സനാ നിങ്ങളിൻ്റെ കൂടെ അല്ലല്ലോ റബ്ബേ. ഇവിടെ സനാ ആണ് കൂട്ടിയത്, സുആലല്ല. സുആൽ ഇത്രേ ഉള്ളൂ. എവിടെയും സനാ ആ കൂട്ടത്? ഫാത്തിഹ സൂറത്തിൽ സുആൽ ഒരു ആയത്താണ്. സുആൽ ഒരു ആയത്താണ്. സനാ 5 ആയത്താണ്. പേരെന്താ? ഫാത്തിഹ സൂറത്തിന്റെ പേരെന്താ? തഅലീമുൽ മസല. ചോദിക്കുന്നത് പഠിപ്പിക്കുന്ന അധ്യായം. എന്നിട്ട് ചോദിച്ചത് ഒരു വാക്ക്. സനാ 5 വാക്ക്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ഇതാണ് സുആല്. തരണം 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 തരണമല്ല. അള്ളാഹുവിന്റെ അൽപത്തരം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ അൽപത്തരം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിന്റെ അൽപത്തരം റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ അൽപത്തരം മാലിക് യൗമിദ്ദീൻ. അള്ളാഹുവിന്റെ അൽപത്തരം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. പിന്നെ സുആല് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. പിന്നെ സുആലിന്റെ എക്സ്പ്ലനേഷൻ ആണ് എന്ത്? സിറാത്തൽ ലദീന അൻഅംത. ഒറ്റ വാക്ക സുആല്. അതിന് 5 വാക്ക് സനാ. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഒക്കെ ഫാത്തിഹന്റെ ഒരു 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 എന്താ മോഡല. പറയും അല്ലാഹുമ്മ ഇന്നക അഫ്വ. അത് സനാ ആണ്. പുകഴ്ത്തിയത് ആര്? അള്ളാഹ്. പിന്നെ തുഹിബ്ബുൽ അഫ്വ, നിനക്ക് മാപ്പ് കൊടുക്കുന്ന ഇഷ്ടമാണ്, അതും സനാ ആണ്. അതിൻ്റെ മൂലക്കെ ഇത്രയാണ് എന്ത്? ചോദ്യം. ഫഅഫു അന്നി. അത് മതി, അത് മതി. ഇത്ര പോകുന്ന സിറിഞ്ചാണെങ്കിലും മരുന്ന് ഇത്ര മതി. മരുന്നില്ല, സിറിഞ്ച് വലിയതായി കുത്തിക്കയറ്റിയ ചന്തിക്ക് വേദനണ്ടാവും. നല്ലത് ഇതൊക്കെ നമ്മൾ മരുന്നില്ലാത്ത സിറിഞ്ച് കുത്തിയിട്ട് പൊളഞ്ഞു പോവുക. നമ്മൾ മരുന്നില്ല, എന്നാ മരുന്ന് സുആഉൽ അഫ്വ്. അതിന് നമ്മൾ അലക്കി തേച്ച വാക്ക് പറഞ്ഞു. സുആഉൽ അഫ്വ് നമ്മളെ ഖൽബ് തന്നെ ഇല്ല. മനസ്സിലായില്ലേ? അതന്നെ. ഭാര്യ നമ്മളോട് പണിങ്ങി, അപ്പം എന്താ നമ്മൾ പറയാം? സൗകര്യം ഉണ്ട് നന്നായിക്കോ, നാളെ നന്നാവോ? ഭാര്യ നമ്മളോട് പണിങ്ങി, അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? നാടാകപ്പെടുന്നുണ്ട്. ഈച്ച് പണിങ്ങാൻ എനിക്കുണ്ട്, സൗകര്യം നന്നായിക്കോ. നന്നാവില്ല. ഇവനെന്ത് പറഞ്ഞ്?
ഇതിൻ്റെ കരളല്ലേ, ഇതിൻ്റെ ലിവറല്ലേ, ഇതിൻ്റെ മറ്റതല്ലേ, ഇതിൻ്റെ മറിച്ചതല്ലേ, എൻ്റെ ഉമ്മാൻ്റെ മരിച്ചിട്ട് ഞാനൊരു മനുഷ്യനെ കൊണ്ട് ഉപകാരമുണ്ടെങ്കിൽ എന്നെ കൊണ്ടല്ലേ, എന്താണ് അങ്ങനെയല്ലേ എങ്ങനെയല്ലേ, ഈ നട്ടപ്പാതിരക്ക് എനിക്ക് കൊണ്ട് ചേർക്കണം, ഞാൻ കേൾക്കണമല്ലേ, എന്നോടൊന്ന് മാപ്പാക്ക്, എന്നോട് മാപ്പാക്ക് താനത്തിന് പറഞ്ഞാൽ മതി. ഇതന്നെ ഒക്കെ ഒന്നാ, നിങ്ങളിൻ്റെ കൂടെ ഇല്ല. അള്ളാഹുമ്മ കാഫൂൻ, ഇതാരും വൽപ്പത്തരാ, നമുക്ക് ആവശ്യം പുറത്തിട്ടില്ല, എന്തോ അതൊന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹുമ്മ കാഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി മുമ്പ് മരിച്ചു പോയാലോ, എന്നാലും കിട്ടും. എന്തുകൊണ്ട് അത് സൗകര്യം ഉണ്ടെങ്കിൽ ഓപ്പുണ്ടാകാനും അതിന് മറ്റത് എന്ത് ചെയ്യാണ്? അള്ളാഹുവേ അള്ളാഹുമ്മ കാഫൂൻ തുഹിബ്ബുൽ അഫ്വ സനാ എന്നെ. അപ്പം ഞാൻ ഉൾക്കൊണ്ടു, ഈ മാനാണ്, അതിലാണ് രസം, മറ്റേലല്ല. എന്ന് പറയില്ല അല്ല രസം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ, അതാ രസം, അതിൻ്റെ രസം ഭയങ്കര. അത് പറയാൻ അടിമക്ക് വലിയ സന്തോഷമാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, നീ മാപ്പ് കൊടുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകുന്നത് നിനക്ക് വളരെ ഇഷ്ടമാണ്. തൗഫീഖ് തരട്ടെ. അവസാനിപ്പിക്കുകയാണ്. ഞാനിന്ന് സൂഫിയുടെ പ്രണയകാവ്യം പറയാൻ വേണ്ടി വന്നതാ, പക്ഷേ ഒരു വരി ചെല്ലാൻ കഴിഞ്ഞില്ല. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് പറയാണ്. അള്ളാനെ പഠിച്ചോളി, അള്ളാനെ പറ്റി പറഞ്ഞോളി, അള്ളാനേക്കാൾ വലിയ ആരുമില്ല. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു عليه توكل حسبي ربي جل الله قلبي غير الله على النبي صلى الله حق لا إله إلا الله. എല്ലാം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവാണ് പ്രധാനം, ഒന്നും വേറൊന്നും ഇല്ല. അള്ളാഹു കൽബ് കയറിയാൽ പേക്കൂല. അള്ളാഹുവാണ്. അള്ളാഹ്ക്ക് വലിപ്പത്തിന്, പള്ളിയുടെ വലിപ്പത്തരം എന്താണ്? ഒരു വയസ്സുണ്ട് നമ്മളെ ക്ലാസ്സിൽ ഒരു മൂല്യര് അവിടുന്ന് വരുന്നത്, എന്താ പറയുക, ഫറോക്കിൻ്റെ ഉൾഭാഗത്ത് നിന്ന് വരുന്ന മൂല്യരുണ്ടായിരുന്നു. പള്ളീനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഉമ്മ ബെരലിനടിച്ച്, ഉമ്മയും മകനും കൂടെ ഉമ്മാൻ്റെ വരെയൊക്കെ വിരുന്ന് തരിക. അപ്പം കുന്നിറങ്ങിയപ്പോൾ ആ ഉമ്മാൻ്റെ മേലിലെ പള്ളിയുണ്ട്. അപ്പോൾ കണ്ണമ്പടിക്കാവുന്ന വരുന്ന, എന്താ അയാളെ പേര്? മരിച്ചു നിൽക്കറിയാം, പേര് പറയും, മരിച്ചു ഞാൻ തന്നെ പറഞ്ഞു. എന്താണ് പേര്? ഒരു മോട്ടിവലിയോ എന്തോ ഒരു പേര് മുഹമ്മദ് ഉസ്ലാലോ, ആ ഏതായാലും. അപ്പം പറയും, കണ്ണിയത്ത് ഇങ്ങനെയാണ് അതിന് വേണ്ട പറഞ്ഞതെന്ന് അറിയും. ആ കണ്ണിയത്തിന് ഈശനാണ് റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹു അവരുടെയൊക്കെ ദർജയായിട്ട് കൊടുത്തിട്ട്. അപ്പം ഒരു നോമ്പിനെ ഒറ്റയാളും മരണം, ഒരു കൊറോണ കാലത്ത്. ആ നീ കേട്ടോളൂ, അയാൾ പറയാം, അയാളെ കുട്ടിക്കാലത്ത്, അയാളെൻ്റെ വയസ്സിന് നമ്മളെ ക്ലാസ്സിൽ വരുമ്പോൾ. അപ്പോൾ അയാൾ പറയും, ഞാനും ഉമ്മയും കൂടെ പിന്നെ കുന്നിറങ്ങി പോവുകയാണ്. അപ്പോൾ ഉമ്മാനെ ആ മയല് പള്ളി, ആ അപ്പുറത്തെ കുന്നിൻ്റെ ചെരുവിൽ മയല് പള്ളി കണ്ടു. അപ്പം ഉമ്മാനോട് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ഒരു അർത്ഥമില്ലാത്ത വർത്താനാണ്, പക്ഷെ എന്നാൽ പറഞ്ഞു, ഉമ്മാ ഞങ്ങൾ പിന്നെ ജുമാക്കോണ പള്ളിയാണ് കാണുന്നത്. ഉമ്മാൻ്റെ നാട്ടിലെ പള്ളി, മമ്മി മകനും നടന്നു വരുമ്പോൾ ഉമ്മാൻ്റെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ജുമാക്കോണ പള്ളിയാണത്. അപ്പോൾ കുട്ടി എന്ത് പറഞ്ഞു? ഈ കുട്ടി, ഉമ്മാ ഞങ്ങൾ ജുമാക്കോണ പള്ളിയാണ് കാണുന്നത്. അതിൽ ഉമ്മ അടിച്ച് വരലിന്, പള്ളിക്കൊക്കെ വരലുണ്ടടാ. അവരെയും മനത്തരെ പള്ളിക്ക് വരലുണ്ടടാ. അവിടുന്നാണ് ഇവിടേക്ക് എത്തുന്നത്. പള്ളിയായ പള്ളിയൊക്കെ ബഹളമാണ്. ഇതൊക്കെ ഇപ്പോൾ ഒറ്റ തലമുറൻ്റെ അടുത്തടുത്തതൊക്കെ അടിച്ചു. എന്തിനടിച്ചു? ഈ ആളുകളൊക്കെ സാക്ഷ്യ ചേട്ടില്ല സ്ഥിതിക്കത്, ഈ ആളുകളൊക്കെ സാക്ഷ്യ പറഞ്ഞു. എൻ്റെ അമ്മൻ്റെ ബെരലിനടിച്ചു, പള്ളിക്കൊക്കെ ബെരലുണ്ടടാ. എന്തുകൊണ്ട്? അവർക്കിഷ്ടം. ഒരാളിലേക്ക് വിരലുകൂടി അവർ നിസ്സാരപ്പെടുത്തലല്ലേ, അള്ളാന്റെ വീടാ. എന്താണ് ആ ജനത? അവർക്ക് ഫാത്തിഹ സൂറത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറിയില്ല. അവർക്ക് ആരറിയും? അള്ളാഹനറിയും. നമുക്കെല്ലാം അതിനെ അറിയും, ആരറിയില്ല? അള്ളാഹനറിയില്ല. അതാണ് പ്രശ്നം, അതാണ് പ്രശ്നം, അതന്നെ പ്രശ്നം, അത് മാത്രം പ്രശ്നം. നമുക്കെല്ലാവരെയും അറിയും, നമുക്കെല്ലാവരെയും അറിയും. നമുക്ക് മേദീൻ ശേഖനെ അറിയും, നിഫായ് ശേഖനെ അറിയും, ഒക്കെ അറിയും. അള്ളാഹനറിയില്ല.
എല്ലാവരും അറിയും. അള്ളാഹ് തിരിയും. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതെന്ത് പറ്റിയത് അതിൻ്റെ കാര്യം ഞാൻ തിരിച്ച് പറയാൻ ആരും പറയണ്ട. ഇനിയിപ്പോൾ അള്ളാഹ് എന്ന് പറഞ്ഞ നടക്കുന്നുണ്ട്. ഓരോ കൽബിൽ അല്ല തന്നെയല്ല, നമ്മളെ കൽബിൽ മുന്തി ചെയ്യുന്നുണ്ട്. അതൊക്കെ വെച്ചോടാം. അള്ളാന്റെ അടിമയുടെ കൽബിലാണ് അള്ളാഹുവാണ് വലുത്. എന്തിനേക്കാൾ വലുത് അള്ളാഹുവാണ്. പള്ളിയൊക്കെ വരലുണ്ട് സമ്മതിച്ചില്ല. മുസാഫ് ഉണ്ടാക്കിയിട്ട് മുസാഫ് എന്ത് ചെയ്യും, ആ കവറിലാക്കിയിട്ട് ഇങ്ങനെ വാലുകൊണ്ട് കെട്ടണം. അതിൽ ആ മുസാഫിൻ്റെ കൂട്ടിൽ ഓത്തുള്ളിയിലെ പുസ്തകം ഇട്ട അതിൻ്റെ പേര് തല്ലിന് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ പഴയ തലമുറക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. മുസാഫിൻ്റെ കൂട്ടിൽ അമലിയാത്ത് ഇടാൻ വയ്ക്കില്ല. ഈ അമലിയാത്ത് ഇപ്പോൾ ഖുർആനും ഹദീസും ഒക്കെ തന്നെയാണ്. പക്ഷെ മനുഷ്യണ്ടാക്കിയതാണ്. മറ്റൊരോ അള്ളാഹുവിൻ്റെ കലാമാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പഴയ കാലത്ത് മദ്രസയ്ക്ക് പോകുമ്പോൾ ഇപ്പോഴത്തെ പോലെയല്ല. എന്തുണ്ടായിരുന്നു ഇല്ലേ? ഒരു കവറുണ്ട്, ഒരു തുണി ഉമ്മാരൊക്കെ ഉണ്ടാക്കി തരും. എന്നിട്ട് അതിനൊരു വാലുണ്ട്, അത് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? അമലിയാത്ത്, ദീനിയാത്ത്, അഖായിദ്, താരീഖ് അടിയിൽ വെക്കുക. അതിൻ്റെ മേലെ എന്ത് വെക്കണം? മുസാഫ്. ഈ കവറിൽ ഇടാൻ പറ്റൂല. കവറിലിട്ട് അടി കിട്ടും. എന്ത് വിചാരിച്ച്? ഇവർക്കിതിൽ ഒരു അക്ഷരത്തിന് അർത്ഥം അറിയില്ല. ഈ ഉമ്മാർക്ക് ഇതിൽ ഒരു അക്ഷരത്തിന്റെ അർത്ഥം അറിയില്ല. എന്തറിയും? അത് അള്ളാന്റെ കലാമാണെന്ന് അറിയും. മതിയല്ലോ, നമുക്ക് അതിന് അർത്ഥമൊക്കെ അറിയും. പക്ഷെ അത് നമുക്ക് തല്ലൂടാനുള്ള സാധനമായിട്ട് അറിയുള്ളൂ. എന്തറിയില്ല? അത് അള്ളാന്റെ കലാമെന്ന് അറിയില്ല. ഇവിടെയാണ് പിഴവ്. ആ പിഴവ് തീർക്കണം. ആ പിഴവാണ് തീർത്താൻ നേരെ നിൽക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. പിന്നെ വേറൊന്നും വിചാരണ്ട, ഒന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് ഞാൻ മുസ്ലിമീങ്ങളുടെ കാര്യമൊക്കെ പോകുന്ന ഒരാൾ ഇന്നലെ എനിക്ക് എഴുതി അയച്ച് ആയിക്കോട്ടെ. ഈ തെരഞ്ഞെടുപ്പ് ഞാൻ മുസ്ലിമീങ്ങളൊക്കെ തൂക്കും ആകാശത്തേക്ക് ആയിക്കോട്ടെ. ആയി അൽഹംദുലില്ലാ. എന്നിട്ടാണ് അതിനെന്ത് കടിച്ചുകൂടെ? അതിനെത്താണ് ഇതൊക്കെ പറഞ്ഞ് എങ്ങനെ നടക്കണം? നീ തെരഞ്ഞെടുപ്പ് കഴിയാത്തതിനൊക്കെ കെട്ടി തൂക്കിക്കൂടെ? അതിലെന്താണ് പ്രശ്നം? മുഅ്മിനീങ്ങൾക്കൊന്നും പ്രശ്നമില്ല. മുഅ്മിനീങ്ങൾക്ക് ആര് മതി? അള്ളാഹു മതിയോ? ഒരു പേടിയും പേടിക്കണ്ട. ആരുണ്ട്? അള്ളാഹു ഉണ്ട്. പേടിക്കണ്ട, പേടിക്കണ്ട. വെള്ളം കുടിച്ച് മരിക്കുന്നുണ്ടോ? അള്ളാഹിൻ്റെ തഖ്ദീറിലുണ്ടെങ്കിൽ വെള്ളം കുടിക്കും, മരിക്കും. വെട്ടിക്കൊല്ലുണ്ടോ? വെട്ടിക്കൊല്ലപ്പെടും. അതിലൊന്നും മുഅ്മിന് പേടിയില്ല. മുഅ്മിനായ മനുഷ്യനെ ഒരാൾ കൊലപ്പെടുത്തിയാൽ അതൊക്കെ ലഖീർസത്തിനാണ് ഹദീസ്. ആ ഹദീസിന് സക്കരിയ അൻസാരി തങ്ങൾ റിസാലത്തുൽ ഖുശൈരിയക്ക് 4 വാള്യമുള്ള ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി തങ്ങൾ പറയുന്നത് അത് ഒരു മുഅ്മിനായ മനുഷ്യനെ ഒരാൾ കൊല്ലാണ് എങ്കിൽ കാണുന്നവർക്ക് വലിയ വിഷമമുണ്ടാവും. എന്നാൽ ഒരു കുഞ്ഞനുറുമ്പ് കടിക്കണ വേദന ആർക്കുണ്ടാവുള്ളൂ? ഈ മുഅ്മിനാ ഷഹീദിനുണ്ടാവുള്ളൂ. കാണുന്നവർക്ക് ഭയങ്കര പോവും. ഇയാൾക്കൊരു കുഞ്ഞനുറുമ്പിന്റെ വേദനയാണ്. കാരണം ഇയാളെ ആരെ ഏറ്റെടുത്തു? അല്ലാഹു വലിയുല്ലദീന ആമനു. മുഅ്മിനീങ്ങൾ ആരെ ഏറ്റെടുക്കും? പറയേ, അല്ലാഹു ഏറ്റെടുത്തില്ലേ? ഈ ആയത്തെവിടെ? അല്ലാഹു വലിയുല്ലദീന ആമനു എന്ന ആയത്തെവിടെയാ? ആയത്തുൽ കുർസിന്റെ താഴെ ഈ 3 ആയത്ത് കൂടിയത് ദിക്റാ. മനസ്സിലായില്ല? അടുത്ത ആയത്ത് എന്താ? ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദ്. അതിനടുത്ത ആയത്ത് എന്താ? അല്ലാഹു വലിയുല്ലദീന ആമനു. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ആദ്യമായി ചെല്ലാൻ നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പലവട്ടം. ഈ 3 ആയത്തോട് ഒറ്റ കെട്ടാണ് ഒരു ദിക്ർ. അല്ലാഹു വലിയുല്ലദീന ആമനു. മുഅ്മിനീങ്ങൾ വലിയ അല്ലാഹുവാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, മഹ്ദി റാത്തിബിൻ റിഫായത്ത് റാത്തിബിലൊക്കെ ഉണ്ട്. എന്ത്? ലാ വലിയ ഇല്ലല്ലാഹ്. അല്ലാഹ് ലാത്തൊരു വലിയും ഇല്ല. പിന്നെ അല്ലാഹ് വലിയ ഒരാൾക്ക് അല്ലാഹ് വലിയാണെങ്കിൽ ഓന് വലിയാണ് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. അയൽ വീട്ടിലെ ആ കമ്പിൻ്റെ അവിടെ കരണ്ട് ഉണ്ട്. എൻ്റെ വീട്ടിൽ കരണ്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല. അയൽ വീട്ടിൽ കരണ്ട് ഉണ്ട്, പണ്ടേ ഉണ്ട്. എൻ്റെ വീട്ടിൽ വയറിങ് കഴിഞ്ഞിട്ടുണ്ട്. വന്നു നോക്കണോ? 2 ഒരുപോലെയാണ്. എന്ത് 2 വരും ഒരുപോലെയല്ലേ? ഇവിടെയുള്ള അതേ വയറിങ് അപ്പരയിലുണ്ട്. അപ്പരയിൽ എന്തുണ്ട്? കരണ്ട് ഉണ്ട്. എന്റെ അതിന്റെ അപ്പുറത്തേക്ക് കണക്ഷൻ ഉണ്ട്. ഈ പൊരയിൽ ഞാൻ പൊരയിൽ ഇങ്ങനെ കുത്തിയാ മതി. ആ പൊരയിൽ ഒന്ന് ഇങ്ങനെ കുത്തിയാ ഈ പൊരയിൽ എന്തായി? കണക്ഷനായി, കരണ്ടോടെ കത്തും. പിന്നെ നമ്മളെ പ്രശ്നം
നമ്മളെ കരണ്ട് അള്ളാഹു വലിയായ റബ്ബി ഇൻ്റെ വലിയാണ് എന്നിടത്തേക്ക് മൊഹീദ്ദീൻ ഷേഖിൻ്റെ കമ്പിയാണ് കുത്തിയപ്പോൾ മൊഹീദ്ദീൻ ഷേഖ് ആരായി? വലി. പറയ കുട്ടി ആരായി? വലിയായി. അക്കണക്ക് ഇജും കുത്തിയ ഇജും വലിയായി. അതിന് ആദ്യം നിനക്ക് ആര് വലിയാകണം? അള്ളാഹ്. പിന്നെന്താ പ്രശ്നം? ഇനി അതിൽ ആ കരണ്ട് ആര് കുത്തിയവരൊക്കെ വലിയാണ്. അള്ളാഹ്ക്ക് അള്ളാഹ്ക്ക് ഈ ഭൂമിയിൽ മനസ്സിലായില്ലേ നടത്തേണ്ട കാര്യമൊക്കെ ആരെ കൊണ്ട് നടത്തും? ഈ വലിയ പറയേ ഈ വലിയനെ കൊണ്ട് നടത്തും. എന്തേ? ആ വലിയ ഉറപ്പുണ്ട്. ആര്? അള്ളാഹുവാണ് വലിയ. അവസാനിപ്പിക്കണം. എന്നെ പിന്നെ ഒന്നുമില്ല. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ-ളുൽമാതി ഇലൻ-നൂർ. അല്ലാഹ് നമ്മൾ വലിയാകണം. അപ്പോൾ അല്ലാഹേ വലിയുള്ളൂ. അല്ലാഹ് നമ്മളെ രക്ഷപ്പെടുത്തും. പേടിക്കണ്ട. എന്ത് നടക്കും? 2024 ജൂണിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രഖ്യാപനം കഴിഞ്ഞാൽ ഇവിടെ എന്താ നടക്കുക? തന്നെ തീരുമാനിക്കുക. എന്താ നടക്കുക? അള്ളാഹു തഖ്ദീറാക്കിയത് നടക്കും. നിങ്ങൾക്ക് സമ്മതമല്ലേ? അതിനപ്പുറം വല്ലതും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ലുണ്ടോ? അല്ലെങ്കിൽ പറയും അള്ളാഹ് തഖ്ദീറാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് നടക്കണം. അതുണ്ടോ? എന്നാ പിന്നെ ലൂറ് നിസ്കരിക്കാൻ മനക്കണ്ട. ചിക്കാഫറോ പിന്നെ ലൂറിസ്ക്കാൻ ലാഭം കിട്ടും. അള്ളാഹ് തഖ്ദീറാക്കിയതും എനിക്ക് നടത്തണം. അങ്ങനെ ഉണ്ടോ? പറയുടെ ചങ്ങായി ജൂൺ മാസത്തിൽ പെട്ടി പൊട്ടിച്ച് കഴിഞ്ഞു. എന്നിട്ടെന്താ? അതിൻ്റെ തലേന്നുള്ള തഖ്ദീറാക്കിയത് തലേന്ന് നടക്കും. പിറ്റേന്നുള്ള തഖ്ദീറാക്കിയത് പിറ്റേന്ന് നടക്കും. എന്താ ഇവിടെ നിന്ന് ഇറങ്ങണതിന് മുമ്പ് നിങ്ങളെ തലവേദനയാക്കണം എന്നുള്ള തീരുമാനിച്ച് പല നിലക്കും വേദനയാക്കും. ചിലപ്പോൾ നിങ്ങൾ അടുത്തിരിക്കണം. മനസ്സിലായില്ല? അടുത്തിരിക്കുന്നവൻ അങ്ങനെ കൈയോട് കാട്ടുന്ന സമയത്ത് നിങ്ങളെ കണ്ണടപ്പിനെ ആദ്യം അട്ടി ഒന്ന് മനസ്സിലായില്ല? അങ്ങനെയും വേദനയാവും. ചിലപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണ നേരത്ത് ആ മരപ്പടിയുടെ മുകൾ ഭാഗം നിങ്ങൾ നെറ്റിപ്പോൾ തട്ടി. അള്ളാഹ് തഖ്ദീറാക്കിയതാണ്. ഇന്ന് ലൂറിൻ്റെ മുമ്പ് ഓനെ നന്നാക്കി വേദനയാക്കണം. അത് തീരുമാനിച്ച് നടക്കും. അതിനെത്താണ് അതിൻ്റെ വിചാരം എന്താണ്? അതിനൊന്നും ബേജാറണ്ട. ഒന്നും ബേജാറണ്ട. അള്ളാഹ് തീരുമാനിച്ച് നടക്കും. അത്രല്ലേ നടക്കണ്ടുള്ളൂ. നമ്മൾ തീരുമാനിച്ച് നടക്കണ്ടേ ഇല്ല. അള്ളാഹ് തീരുമാനിച്ച് നടക്കണം. പെരി കിടക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്താ? കബർ കിടക്കലല്ലേ? അല്ല, കബറിനെ പറ്റി തീരുമാനിക്കുക. പൊരിയെ കിടക്കുന്നതിനേക്കാൾ നല്ലതെന്താ? പെരിയെ കിടന്നു പെരിയിലിങ്ങനെ കിടക്കുക. നമ്മൾ ഒന്ന് കണ്ണു പറഞ്ഞ് ആരെയാ കാണാനുള്ളത്? മര്യാദയ്ക്ക് മൂടിയും പിന്നെ ഒന്ന് വാർന്നിട്ടില്ല. അവര് ഇവരെയും കൊമ്പ് വന്ന മാതിരി അങ്ങനെ ഇവിടെയൊക്കെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ചെരിഞ്ഞാണപ്പോൾ ഇതിലെ ഒലിച്ചതനുസരിച്ച് ഇവിടെ ഒരു കൊമ്പുണ്ട്, ഇതിൽ ഒരു കൊമ്പുണ്ട്. കിടക്കുക ഓളെ കാണാനുണ്ട്. കബറിൽ കിടക്കുമ്പോൾ സ്വർഗീയ പരിമളം ആസ്വദിച്ച് സ്വർഗത്തിനെ നോക്കി കിടന്നോളെ. അപ്പം എന്താ നല്ലേ? നിങ്ങളെവിടെയാ? കബർ പരി കിടക്കുമ്പോൾ ഓളെ വായനാറ്റുണ്ടാവും. കബറിൽ എന്തായാലും എന്തില്ല പറയായി വായനാറ്റില്ലല്ലോ. എന്താ ആസ്വദിക്കണ്? മുഅ്മിനീങ്ങൾ റസൂൽ പറഞ്ഞില്ലേ? റസൂൽ പറഞ്ഞല്ലോ അവൻ്റെ ജനഭാഗത്തിൽ. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖബറിൻ്റെ തലഭാഗത്ത് അല്ലാഹു തആല എന്ത് കൊടുക്കും? നാഫിദത്തൻ, ഒരു നാഫിദത്ത് കൊടുക്കും. നാഫിദത്ത് പറഞ്ഞാൽ വെടിപ്പഴുതെന്നാണ് പഴയ കാലത്ത്. പഴയ വീടുകൾക്കൊക്കെ എന്തുണ്ടാവും? മുറിന്ന് കാറ്റ് പോകാനും വരാനും ഉണ്ടാവില്ലേ? ഓർമ്മല്ലേ? പഴയ ചെത്തിത്തേക്കാത്ത പഴയ പുരക്ക് എന്തുണ്ടാവും? ഒരു പഴയ മനുഷ്യന്മാരെ വെടിപ്പഴുതെന്നതിന് പറയാം. വെടിപ്പഴുതെന്നാ പറയാം. ഒരു ജനലൊന്നും ഉണ്ടാവില്ല പഴയ കാലത്തെ. പഴയ കാലത്ത് എന്താ ഉണ്ടാവുക എന്നറിയോ? കാറ്റും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ എന്തുണ്ടാവും? അതെ ത്രികോണത്തിനുണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ ഒരു കല്ലിൻ്റെ ഒരു ആകൃതി ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനൊക്കെ ഉണ്ട്. എൻ്റെ പരിയിലുണ്ടായിരുന്നു. അത് അല്ലാഹു തആല വെച്ച് കൊടുക്കും. എവിടെ? തലക്കാൻ ഭാഗത്ത്. മിനൽ ജന്നത്തി ഉദുവൻ വഅശിയാ. രാവിലെയും വൈകുന്നേരം അതിലൂടെ കാറ്റിങ്ങനെ അടിക്കും. ആ രാവിലത്തെ കാറ്റടിച്ചാൽ വൈകുന്നേരം വരെ അത് മതി. വൈകുന്നേരത്തെ കാറ്റടിച്ച വിറ്റൻ രാവിലെ വരെ അത് മതി. എന്ത് പരിമളം? പെണ്ണുങ്ങളെ വായനാറ്റല്ല. അപ്പം നല്ല എന്താ? അങ്ങനത്തെ ഒരു സുഖത്ത് ഖബറിന് ചെന്നിനെ പേടിക്കണം. അവിടെ പോയാണ്. ഞാനെങ്ങനെ എന്നെ വിട്ടുപിരിയാന്ന് എനിക്ക് വിചാരം ആലോചിച്ചിട്ട് കിട്ടില്ല. ഇതെന്തൊരു വിചാരമാണ്? വിട്ടുപിരിഞ്ഞാൽ അൽഹംദുലില്ലാ. ഇന്ന് മുതൽ വയനാട്ടല്ല.
ഓള് പിച്ചുമ്പയും പറയും. അത് വൈകുന്നേരം വന്ന് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓള് പല പിച്ചുമ്പയും പറയും. നമുക്ക് ചെയ്ത്താൻ കൂടിയതാ 25 കൊല്ലം അങ്ങനെ. ഓക്കെ എന്ത് പല മൂല്യമാരത്തും കൊണ്ട് ബ്രഹ്മരക്ഷസ അത് ഗന്ധർവം കൂടിയതാ. കൂടിയാലൊക്കെ കൂടിയെന്ന് പറഞ്ഞു ഇറക്കാൻ ആരും ഉണ്ടായില്ല. എന്നിട്ട് ഓളെ ഈ പിശുമയം മുഴുവൻ നമ്മൾ കേൾക്കണം രാത്രി. ഇതൊന്നും എവിടെ ഉണ്ടാവില്ല. എന്ത് വർഷം എന്ത് കബറങ്ങളായി എന്തിനൊക്കെ ബേജാറാണ്. ഞാനൊരു 10-15 കൊല്ലത്തിനുള്ളിൽ കബറിനെ പറ്റി വെള്ളമില്ല. എന്തുകൊണ്ട്? നമ്മൾ മുഅ്മിനായ എന്ത് കബറാണ്? നമ്മൾ മുഅ്മിനായിട്ടില്ലെങ്കിൽ പിന്നെ ഈ ബൈബിൾ പറഞ്ഞിട്ട് കാര്യം എന്താണ്? എൻ്റെ ഇക്കാമ ശരിയാണെങ്കിൽ എനിക്ക് പോലീസ് വണ്ടി സന്തോഷമല്ലേ? പോലീസ് വണ്ടി മുന്നിൽ നിർത്തി. എൻ്റെ ഇക്കാമ ഒറിജിനലാ. പോലീസ് വണ്ടി നിർത്തി ഞാനിതെന്ന് കാണിച്ചെടുക്കാൻ നോക്കുക. ഇക്കാമ കാണിച്ച് പോലീസിലോട്ടടിച്ചു പോയി. എൻ്റെ ഇക്കാമ ശരിയല്ലെങ്കിൽ മനസ്സിലായില്ല. ഫയർഫോഴ്സിന്റെ വണ്ടി ഉണ്ടടിച്ചു പോയി. എൻ്റെ ഇക്കാമ ശരിയില്ലെങ്കിൽ മുഅ്മിനായ മനുഷ്യൻ എന്തൊക്കെ പറയുന്നായി. റബ്ബിൻ്റെ അടിമയല്ലേ പണി വെക്കുന്നില്ല പറയണ്ടത്. ഇദാ ജാഅനി ഫസ്അലനി മൻ റബ്ബുക ഫഅസ്അലുഹുമാ ഫമൻ റബ്ബുകുമാ. എന്നോട് വന്നിട്ട് മുൻകർ നക്കീറും നിങ്ങളെ റബ്ബാരെന്ന് ചോദിച്ചാൽ നിങ്ങൾ റബ്ബാരാണ് എന്ന് ഞാൻ അങ്ങോട്ട് വെക്കും. ഇന്നി അഖ്ബർതു ലിമൻ അഖീറ മിൻകുമാ ഫമൻ റബ്ബി. എന്റെ റബ്ബാരാണ് നിങ്ങളെക്കാൾ വലിയ ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ആവശ്യം നിങ്ങളാരാ? ധാരവാക്കാം. സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് എനിക്ക് ഞാൻ റസൂലുള്ളാഹിനോട് എനിക്ക് അല്ലാഹു റബ്ബ് നബിയൻ മതി ആളത് അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളാരാ? നിങ്ങൾ വേറെ ആരെയും വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെ നേരം കളയണ്ട. ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഞാൻ ഇവിടേക്ക് കടന്നുറങ്ങാൻ വന്നാണ്. ഇവിടെ പണിയുണ്ട് പോയിക്കോളി എന്ന് ഞാൻ മുൻകർ നക്കീറിനോട് പറയുന്നു. നമുക്ക് ബേജാറാണ്. എന്ത്? എൻ്റെ കള്ളരാസ് ക്ലിയർ ആണെങ്കിൽ എനിക്ക് ഉദ്യോഗസ്ഥം ബരായിട്ടല്ലേ പ്രശ്നം. ജസിയ എൻ്റെ എല്ലാ റെക്കോർഡും ക്ലിയർ ആക്കി വെച്ചു. രാവിലെ പെരിന്ന് പോയപ്പോൾ പെണ്ണുങ്ങളോട് പറയുന്നത് ഉദ്യോഗസ്ഥന്മാർ വേണമെങ്കിൽ വിളിക്കണേ. വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നപ്പോഴും അല്ല ഇവിടെ ആരും വന്നീനോ എന്തോട്ട് ഇനി എനിക്ക് ബെല്ലാണ് സന്തോഷം. എന്നതുപോലെ നമ്മളെ കടലാസ് ക്ലിയറാക്കൽ മാത്രം മതി. പിന്നെ അള്ളാഹുവിനോട് മാപ്പ്. കടലാസ് എത്ര ക്ലിയറാക്കലും ക്ലിയർ ആവൂല. അതിന് നമുക്ക് നീതിമാനായ റബ്ബുണ്ടല്ലോ. റബ്ബ് എന്ത് ചെയ്യും? മാപ്പ് കൊടുക്കും. അല്ലാഹുമ്മ ഇന്നക അഫൂ. എനിക്ക് ക്ലിയറാക്കാൻ കഴിയില്ല. ഇന്നൊക്കെ ഇതിനൊക്കെ ക്ലിയറാക്കി ബാക്കി മാപ്പാക്കണം. മാപ്പം കൊടുക്കുകയും ചെയ്യും. തുഹിബ്ബുൽ അഫ്വ. മാപ്പ് കൊടുക്കുന്ന അവന് ഇഷ്ടമാണ്. അങ്ങനത്തെ രാജാവാണ്. ഇരുകാലിയ രാജാവല്ല, ഇത് രാജാതിരാജനാണ്. പിടികൂടൂല. എന്ത് പഠിക്കണം? അഫൂൻ എന്ന വാക്ക് എവിടെ അവസാനിക്കും? ഇത് അങ്ങോട്ട് ഇത് എവിടെ അവസാനിക്കും? കരിയൻ മാപ്പേരനെ എവിടെ അവസാനിക്കും? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതെവിടെ? 7:00 ഫോൺ തുറന്ന് നോക്കി. അപ്പൊ പറഞ്ഞു അല്ല കുഞ്ഞാമ്മനെ വിളിച്ചു. എന്തേ ഇറങ്ങില്ലേ? മാസർപ്പിച്ചു. അപ്പൊ എന്തേലും അല്ലാഹു അക്ബർ. റബ്ബിന് മാപ്പ് വന്നു. അല്ലാഹു വലിയവൻ തന്നെയാണ്. ഈ ഇന്നക അഫൂൻ അവസാനിക്കേണ്ടത് എവിടെയാണ്? അല്ലാഹു അക്ബറിൽ. അതുവരെ ചെല്ലുക. അതിന് അറ്റല്ല ചെല്ലുന്നെ. മാപ്പ് തരണം. കരയ മാപ്പ് കൊടുക്കണം. ഉപയോഗിക്കുള്ളൂ. മാപ്പ് കൊടുക്കുമ്പോ 2 ആഴ്ച ഏതാളോട് ഇക്കാമ ചോദിക്കൂല. ആരും സറണ്ടറായ ഞങ്ങൾ ഇന്ത്യക്ക് കയറ്റിവിടും എന്ന് പറഞ്ഞ ഒരാള് അവിടെ ജിദ്ദയിലെ ആ പാലത്തിനോട്ട് പോയിരുന്നാൽ മതി. പോലീസ് ഒന്നും കാട്ടൂല. നേരെ കൊണ്ട് ഇന്ത്യൻ എംബസി ഇക്കാമയില്ല, പാസ്പോർട്ടും ഇല്ല, ഇന്ത്യക്കാരൻ. പിറ്റേന്ന് ഇന്ത്യൻ എംബസി ഉണ്ട്. ജയിലിൽ നോക്കി. രാജാവിൻ്റെ വക പിറ്റേന്ന് വൈകുന്നേരം നല്ല 1-ാം നമ്പർ നല്ല മട്ടൻ ചാപ്സും നല്ല 1-ാം നമ്പർ മന്തിയും ജയിലിൽ നിന്ന് തിന്ന. ഇവൻ രാഷ്ട്രീയ കുറ്റവാളിയാണ്, അല്ലാതെ ക്രിമിനലല്ല. പിന്നെ എന്ത് ചെയ്യും? രാജാവ് ടിക്കറ്റ് തന്നെ കയറ്റി. 15 ദിവസം കഴിഞ്ഞ് 16-ാമത്തെ ദിവസം എന്നെ പോലീസ് കണ്ട് ഇക്കാമയുടെ. അപ്പൊ ഇക്കാമില്ല. അപ്പൊ 2 ചവിട്ടിട്ടു. എന്തുകൊണ്ട്? നമുക്ക് എന്നെപ്പോലത്തോൾക്ക് മാപ്പ് കൊടുക്കാൻ വേണ്ടി എത്ര രാജാവ് പറഞ്ഞു. മാപ്പ് ചോദിച്ചോ? എവിടെയിരുന്നു? എനിക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? അന്നാട്ടി ഉറപ്പാ. ഈ 2 ആഴ്ച എന്തില്ല മാപ്പ്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല. അള്ളാഹു മാപ്പ് കൊടുക്കുന്ന പീരീഡാണ് എന്ത്? ഈ പീരീഡ്. ഇത് ഏതുവരെ മാപ്പ് കൊടുക്കും? പ്രത്യേക മാപ്പ്. എന്ന് മാപ്പ് കൊടുക്കും. എന്നാൽ ഇതൊരു പ്രത്യേക കാര്യമാണ്. ഇങ്ങനെ 4 ആഴ്ച കിടക്കേണ്ടി വരും.
എന്നിട്ട് ഇന്ത്യൻ എംബസി ഏറ്റെടുക്കണം. രാജാവ് ടിക്കറ്റ് കൊടുക്കൂല. നീ അവൻ്റെ ഏട്ടനോ അഞ്ചനോ കൊണ്ട് ഇവിടെ ജയിലിൽ ടിക്കറ്റ് കൊടുക്കേണ്ടി വരും. ഇത് രാജാവിന്റെ ചെലവിന് നമുക്ക് മുത്തെടുത്തെത്താം. പറഞ്ഞത് മനസ്സിലായോ? തന്നെ ഇപ്പൊ അള്ളാഹ് ഒരു പീരിയഡ് വെച്ചടാ. എന്തിന്? മാപ്പ് കൊടുക്കാന്. മാപ്പ് വയ്ക്കാൻ 31 അങ്ങോട്ട് ആക്കണ്ട. 30 മാപ്പ് ചോദിച്ചടാ. ആ മാപ്പ് ചോദിച്ച സന്തോഷത്തിലാണ് എന്ത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മഗ്രിബിന്റെ പെരുന്നാളിന്റെ തലേ രാവിന്റെ മഗ്രിബിന് വരെ നമ്മൾ ചെല്ലും. ഉസ്താദ് ഓർമ്മപ്പെടുത്തി തരും. അപ്പൊ മാത്രമല്ല എപ്പോഴും ചെല്ലണം. ഓർമ്മപ്പെടുത്തി അവസാനത്തെ ദിക്ർ ഉസ്താദ് ചൊല്ലി ചെല്ലേതാ? അല്ലാഹുമ്മ ഇന്നക അഫൂൻ. പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വിവരം കിട്ടി, മാസർപ്പിച്ചു. ഇന്നത്തെ ദിക്ർ എന്താ? അല്ലാഹു അക്ബർ. അതിന് മുമ്പുള്ള ദിക്ർ ഏതാ? അല്ലാഹുമ്മ ഇന്നക അഫൂൻ. തന്നെ നോമ്പ് പെരുന്നാളും. മാപ്പിൽ അവസാനിച്ചാൽ യഥാർത്ഥ പെരുന്നാളായി. മാപ്പാണ് വിഷയം. അള്ളാഹു നമുക്ക് മാപ്പ് തരണം. അള്ളാഹു മാപ്പ് തരാത്തവരൊക്കെ പരാജയപ്പെടും. അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ. അള്ളാഹു തല മാപ്പ് തരട്ടെ. ആരെയോടെങ്കിലും അള്ളാഹ് എന്നാണ് കണക്ക് വെച്ചാൽ ഒരു അദാബ് ഉറപ്പായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതിന് ഹിസാബിന് അള്ളാഹ് മെനക്കെടരുത്. അള്ളാഹു നമുക്ക് എന്ത് തരണം? മാപ്പ് തരണം. ചെയ്തിരിക്കണം. പക്ഷെ മാപ്പ് ചോദിച്ച ഇഷ്ടം പോലെയാണ്. അപ്പോൾ അത് മാപ്പ് തരും. മാപ്പ് കൊടുക്കുന്നത് അവന് ഇഷ്ടമാണ്. الله تعالى توفيق ترته إلى حضرة المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. قد حل بما قد علمت من الله والظلم والضعف الشديد فاسعد ما لي سوى حبي لديك وسيلة فامنن علي بفضل جودك أسعد إني نزيلك ونزيل لديك يا خير الأنام بكل خير يغتدي فعليك منا كل وقت دائما أزكى الصلاة مع سلام السرمدي وعلى صحابتك الكرام جميعهم والتابعين لهم بخير فجهدي الله ولي الله ولي صلوا على نبي محمد. بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. പെങ്ങളുടെ മകൻ മഞ്ഞപ്പിത്തം ബാധിച്ച് 2 ദിവസം ഹോസ്പിറ്റലിലാണ്. 633 രൂപ. ഷിഫ കൊടുക്കണമേ റബ്ബേ, ഷിഫ കൊടുക്കണം റബ്ബേ, ഷിഫ കൊടുക്കണം. ആ കുട്ടിക്ക് ഷിഫ കൊടുക്കണം, ആ കുട്ടിക്ക് ഷിഫ കൊടുക്കണമേ റബ്ബേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സയ്യിദിനാ മുഹമ്മദ്. എൻ്റെ വൽപ്പത്തരം റൂഹിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് മരിക്കാൻ തൗഫീഖ് തരണമേ റബ്ബേ. അവസാനം ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹെങ്കിലും പൊരുളറിഞ്ഞൊന്ന് ചിരിച്ചു ചെല്ലാൻ തൗഫീഖ് തരണമേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ പൊരുൾ നീ മരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് അറിയിച്ചു തരണമേ റബ്ബേ. അതിനാണ് മാരിഫത്ത് എന്ന് പറയാം റബ്ബേ. നിന്റെ മാരിഫത്തിൻ്റെ ലളിതത്തെ ആസ്വദിക്കാൻ ഞങ്ങൾ ഓരോരുത്തർക്കും നീ തൗഫീഖ് തരണമേ റബ്ബേ. മക്കയെ അറിഞ്ഞിട്ട് അല്ലാഹ് മക്കൻ്റെ മാത്രം മക്ക നിൻ്റെ ഏറ്റവും വലിയ മഹത്തായ അടയാളത്തിൻ്റെ സ്ഥലമാണ് എന്ന ബോധം അറിഞ്ഞിട്ട് മക്കയിലേക്ക് എത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ റബ്ബേ. മദീനയിലെ രാജകുമാരനല്ലാതെ ഒരഭയവുമില്ല. അതിലേറ്റവും വലിയ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ ആ ഹബീബായ റസൂലുള്ളാ. ഞങ്ങൾക്ക് തിരിയിലാണെങ്കിലും തിരിഞ്ഞിട്ട് ഒന്ന് മദീനത്ത് പോയി സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. ഞങ്ങൾക്ക് നീ തൗഫീഖിൻ്റെ വാതിൽ തുറന്നിടണമേ റബ്ബേ. ഞങ്ങളെ മക്കളെയൊക്കെ നീ നന്നാക്കണമേ റബ്ബേ. ഞങ്ങളെ മുൻഗാമികൾക്ക് തരുന്ന ഇബാദത്തില്ല, പക്ഷെ അവർ അള്ളാഹിനെ പറ്റി ബോധമുണ്ട്. അതുകൊണ്ട് അവരിൽ നിരീശ്വരവാദികളും ഇല്ല. ഇന്ന് ഞങ്ങൾക്ക് ഇബാദത്ത് കൂടുതലാണ്. വീട്ടിൽ നാട്ടിലൊക്കെ ഇബാദത്താണ്, പക്ഷേ ആളുകൾ നിരീശ്വരവാദിയെ കൊണ്ടിരിക്കുകയാണ്. വിഷയം നിന്നെ അറിയാത്തത് മാത്രമാണ്. നീ ഞങ്ങൾക്ക് നിന്നെ അറിയാൻ തൗഫീഖ് തരണമേ റബ്ബേ. നിന്നെ അറിയില്ല എന്നറിയാൻ തൗഫീഖ് തരണമേ റബ്ബേ. നിന്റെ വലിപ്പത്തരത്തിൻ്റെ മുന്നിൽ മുത്തഹയ്യിറായ ഒരു കുട്ടിയായി നീ ഞങ്ങൾ നിർത്തി തരണമേ റബ്ബേ. നിന്റെ മഹാത്ഭുതം. ഈ കഴിഞ്ഞ ദിവസം ഒരാളൊരു മഴത്തുള്ളിയുടെ ചിത്രം വലിയ ക്യാമറയിൽ എനിക്ക് കാണിച്ചു തന്നു. യാ അല്ലാഹ്, ഒരു മഴത്തുള്ളിയിലുള്ള ഒരു ചിത്രകല. എല്ലാ മഴത്തുള്ളി ഒരുപോലെ.
വസ്തുക്കളെ ആയിരക്കണക്കിന് മടങ്ങ് വലിപ്പം കാണാൻ ഉള്ള മൈക്രോസ്കോപ്പുകൾ ഇപ്പോൾ ഉണ്ട് ലോകത്ത്. ആ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ഒരു മഴത്തുള്ളിയുടെ ചിത്രകല കാണും. അതേപോലെയാണ് മറ്റൊരു മഴത്തുള്ളിയും. അതുപോലെയാണ് കോടാനക്കോടി മഴത്തുള്ളികളെ ഒരേ ഭംഗിയിലും ഒരേ നവ്യതയിലും പടച്ചു പരിപാലിക്കുന്ന റബ്ബേ അല്ലാഹ്. ഞങ്ങൾക്ക് മനസ്സിലാവുകയില്ല. നിന്റെ വലിപ്പത്തിന് മനസ്സിലാവുന്നെങ്കിൽ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം യാ റബ്ബ്. അല്ലാ, എന്തൊരു കാലമാണിത്. പഠിച്ചു ഇങ്ങനെ അത്ഭുതങ്ങൾ കാണാണ്ടായിട്ട് മനുഷ്യൻ നിരീശ്വരവാദിയാവുക. ഒരു മഴത്തുള്ളിയിൽ കിടക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ച് ക്രിസ്ത്യാനികൾക്ക് എത്ര ശാസ്ത്രജ്ഞന്മാർ പുസ്തകം എഴുതിയിട്ടുണ്ട്. നിരീശ്വരവാദികൾ ദൈവത്തിലേക്ക് മടങ്ങിയിട്ടുണ്ട് മഴത്തുള്ളിയെ പറ്റി പഠിച്ചപ്പോൾ. ഈ 21-ാം നൂറ്റാണ്ടിൽ നിരീശ്വരവാദിയായി നടന്നിരുന്ന ക്രിസ്ത്യാനികളായ ആളുകൾ പോലും പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരു മഴത്തുള്ളിയിലെ മഹാത്ഭുതം. അല്ലാ, നിന്നറിയുന്നവരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ റബ്ബേ. നിന്നറിയില്ല എന്നറിയുന്നവരിൽ ചേർക്കണമേ റബ്ബേ. നിന്നിൽ അഭയം തേടുന്നവരിൽ ഉൾപ്പെടുത്തണമേ റബ്ബേ. നീ വിചാരിച്ചതേ നടക്കൂ, ആര് വിചാരിച്ചാലും നടക്കൂല. നീ ഞങ്ങളെക്കുറിച്ച് നല്ലത് തീരുമാനിക്കണമേ റബ്ബേ. അല്ലാ, ഏത് പ്രതിസന്ധിയിലും നീ ഞങ്ങൾക്ക് കരുത്ത് തരണമേ റബ്ബേ. മുസീബത്തിനെ തൊട്ട് കാക്കണമേ റബ്ബേ. രോഗങ്ങളെ ശിഫയാക്കണമേ റബ്ബേ. മരിച്ചവർക്കൊക്കെ മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ. ഫിർദൗസിലെ അലയുടെ വാതിൽ തുറന്നു തരണമേ റബ്ബേ. അല്ലാ, നിന്റെ ലിഖാഇന് നീ ഞങ്ങളെ സജ്ജരാക്കണമേ റബ്ബേ. അല്ലാ, നിന്നെ കാണുന്ന ആദ്യ സന്തോഷം, നിന്നെ കാണുന്ന ആ സന്തോഷത്തിൻ്റെ ദിവസം അതിനേക്കാൾ വലിയൊരു സന്തോഷമില്ല. അല്ലാ, ഏറ്റവും വലിയ പെരുന്നാൾ റബ്ബിനെ കാണലാണ്. ആ പെരുന്നാളിന് നീ ഞങ്ങളെ യോഗ്യരാക്കണമേ റബ്ബേ. അതിൻ്റെ അതാണ്, അതിനേക്കാൾ വലിയൊരു സംഗതിയില്ല. അതിലേക്ക് അന്നത്തെ ദിവസം ഒരു സന്തോഷം, അതിൻ്റെ ഒരു സന്തോഷം എത്രയാണ്. അല്ലാ, നീ അവിടെ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. 490 കോടി ആളുകൾക്ക് ഹിസാബില്ലാതെ നീ സ്വർഗം കൊടുക്കുമെന്നാണ്. അക്കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റബ്ബേ. പിന്നെ നീ സലാസഹയാത്തിൻ 3 പിടി നിന്റെ ഭാര്യയും നിന്റെ വകയും സ്വർഗത്തിലേക്ക് എടുത്തിടുമെന്നാണ്. അല്ലാ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നരകത്ത് പൊട്ടവൻ എത്ര ഹതഭാഗ്യം. നീ ആ നരകത്തെ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണമെന്ന്. നിന്നെ ഞങ്ങളെ സിറാത്ത് പാലത്ത് രക്ഷപ്പെടുത്തണം. ഖബർ സന്തോഷമാക്കണം. അത് ആനന്ദമുള്ള ഉറക്കാക്കണം. എല്ലാം റാഹത്താക്കണം. ഒക്കെ നീ വിചാരിച്ചാൽ കഴിയും. ഞങ്ങൾക്കൊന്നും കഴിയില്ല. നീ എല്ലാം കഴിയുന്നവനും ഞങ്ങളൊന്നിനും കഴിയാത്തവരുമാണ്. അല്ലാ, ഞങ്ങൾ നിന്റെ മുന്നിൽ സറണ്ടർ ആവുകയാണ്. നീ ഞങ്ങൾക്ക് എല്ലാ റഹ്മത്തും തുറന്നു തരണമേ റബ്ബേ. കൊല്ലത്തെ നോമ്പും നിസ്കാരവും ദുആയും ഒക്കെ നിന്നെ അറിയുന്നതിനാക്കണമേ റബ്ബേ. അതിൻ്റെ പരിമളം മരണം വരെ ആസ്വദിപ്പിക്കണമേ റബ്ബേ. റബ്ബന, ഞങ്ങളെ കുട്ടികളൊക്കെ സാലിഹാക്കണമേ റബ്ബേ. ഞങ്ങളെ ഉമ്മാക്കും ബാപ്പാക്കും പുറത്തു കൊടുക്കണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ.